ഇപ്പം ജനപ്രീതി നേടേണ്ടത് എങ്ങനെ, കൂടെയുള്ളവരെ ലിഫ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെ, കൂടെയുള്ളവരെ ഒതുക്കേണ്ടത് എങ്ങനെ, ജനങ്ങൾക്ക് ദേഷ്യം വരാത്ത രീതിയിൽ പാർട്ടിക്കുള്ളിലെ തൻ്റെ ശത്രുക്കളെ ഒരു മൂലയ്ക്കാക്കുന്നത് എങ്ങനെ, ഇതെല്ലാം നെഹ്റുവിൽ നിന്ന് പഠിച്ചവളാണ് ഇന്ദിരാഗാന്ധി. സി രാജഗോപാലാചാര്യ പുറത്തുപോയി, ആചാര്യ കൃപലാനി പുറത്തുപോയി, എത്ര പേര് നെഹ്റുവിൻ്റെ കാലത്ത് പുറത്തുപോയി. അംബേദ്കറിനെ വരെ നെഹ്റു കൈക്കലില്ലാതെ എടുത്ത് പുറത്ത് കളഞ്ഞു, പോയി പണി നോക്കാൻ പറഞ്ഞു. ബാബാ സാഹേബ് അംബേദ്കറെ 2 തവണ അംബേദ്കറെ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചു. ആര്? കോൺഗ്രസ് തോൽപ്പിച്ചു. ഇപ്പോൾ അംബേദ്കറെ എല്ലാവരും പൊക്കിക്കൊണ്ട് നടപ്പുണ്ട്. പക്ഷേ ചരിത്രത്തിൽ തെരഞ്ഞെടുപ്പിൽ അംബേദ്കർക്ക് ജയിക്കാൻ ഭാഗ്യമില്ലാതെ പോയത് കോൺഗ്രസ്സുകാർക്കാണ്. വേറെ ഒരു പാർട്ടിക്കും അംബേദ്കറെ തോൽപ്പിക്കാൻ സാധ്യമായിരുന്നില്ല. ഇതൊക്കെ നെഹ്റു മുന്നിൽ നിന്ന് നയിച്ച പൊളിറ്റിക്സാണ്. ഇത് കണ്ട് വളർന്നവളാണ് ഇന്ദിരാഗാന്ധി എന്നുള്ളത് സിൻഡിക്കേറ്റ് വേണ്ട രീതിയിൽ വിലയിരുത്തിയില്ല. അതായിരുന്നു സിൻഡിക്കേറ്റിൻ്റെ ഒരു ദൗത്യം.